Hello, welcome to our channel. Let's grow together. I'm Vineet. I'm a life transformation coach and healer. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങൾ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് എന്നിവയെ പറ്റിയാണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരുടെ ലൈഫിൽ നടക്കുന്നില്ല. അതിന് പ്രധാന കാരണം നമ്മുടെ സബ് കോൺഷ്യസ് ബ്ലോക്കുകളാണ്. എന്നാൽ ആ ബ്ലോക്കുകൾ നമുക്ക് ഈസി ആയിട്ട് മാറ്റാം. എന്നാൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വേഗം നമ്മുടെ ലൈഫിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ സബ് കോൺഷ്യസ് ബ്ലോക്കുകൾ എങ്ങനെ നീക്കം ചെയ്യാന്നുള്ളത് എൻ്റെ ഒപ്പം വിനീഷ, NLP പ്രാക്ടീഷണർ, ലൈഫ് കോച്ച്, വുമൻ എംപവർമെന്റ് കോച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും എങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാമെന്ന്. വെൽക്കം വിനീഷ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീഷ, വുമൺ എംപവർമെന്റ് കോച്ച് ആൻഡ് NLP പ്രാക്ടീഷണർ. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, കോൺഷ്യസ് മൈൻഡ് എന്താണ്, ബ്ലോക്കുകളെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാൻ എളുപ്പത്തിൽ ഒന്നുകൂടെ പറയാം. എന്താണ് ഈ കോൺഷ്യസ് മൈൻഡ്? നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭാഗം അല്ലേ. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്? ഒരു കാലത്ത് ചിന്തിച്ച് പ്രവർത്തിച്ച് പിന്നീട് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിപ്പോയ മനസ്സിനെയാണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഉപബോധ മനസ്സ് പഴയ വിശ്വാസങ്ങൾ, ശീലങ്ങൾ, ഭയങ്ങൾ, ഓർമ്മകൾ എന്നിവ സംഭരിച്ചു വെച്ചിരിക്കുന്നു. ചിലപ്പോൾ ഇതൊരു പാറ്റേൺ പോലെയാണ് നമ്മുടെ ലൈഫിൽ ഇത് സംഭവിക്കുന്നത്. നമ്മുടെ ഈ പാറ്റേൺ നമ്മളെ മുന്നോട്ട് പോകുന്നത് തടയും, അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കും. അപ്പൊ വിനീഷ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ലോ ഓഫ് അട്രാക്ഷനും സബ് കോൺഷ്യസും തമ്മിൽ എന്താണ് ബന്ധം? മീൻസ് നമ്മൾ പറയുന്നല്ലോ, സബ് കോൺഷ്യസ് ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുന്നതിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരുടെ ലൈഫിലും നടക്കുമെന്ന്. അപ്പൊ അതെന്താണ് അതിന്റെ കണക്ഷൻ ഒന്ന് പറയാമോ? അതെ, അത് ഞാൻ പറയാം. അതായത് ഈ സബ് കോൺഷ്യസ് ബ്ലോക്കുകൾ, അതായത് ഈ നമ്മുടെ പഴയ വിശ്വാസങ്ങളും ഓർമ്മകളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളെ തടയുമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ലൈഫിൽ ബ്ലോക്കായിട്ട് കിടക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അയാൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയ ജോലി അയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്താൽ സക്സസ് ആവില്ല, എന്തൊക്കെയോ പല കാരണങ്ങൾ അയാളെ പുറകോട്ട് വലിക്കുന്നു. അതൊരു കാരണം. പിന്നെ എന്താണ്, ഒരാൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ആളുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടും ആൾക്കത് ആ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു മുടക്ക് വരുമെന്ന് പറയില്ലേ, എന്തൊക്കെയോ കാരണങ്ങൾ അയാളെ പുറകോട്ട് വലിക്കുന്നു. ഇതിനുള്ള പ്രധാന കാരണം ഈ ഒരു പാറ്റേൺ ആണ്. അതായത് നമ്മുടെ പഴയ വിശ്വാസങ്ങളും ശീലങ്ങളും ഭയങ്ങളും ഒക്കെ നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നു. അതായത് ഈ വ്യക്തിയുടെ കുട്ടിക്കാലത്ത് അധ്യാപകരിൽ നിന്നോ പാരൻസിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അഥവാ അല്ലെങ്കിൽ ഈ ചുറ്റുപാടിൽ നിന്നോ കേട്ടിട്ടുള്ള ഈ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതായത് നിന്നെ കൊണ്ട് കഴിയില്ല, നിനക്ക് നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിനക്കൊന്നും വിജയിക്കാൻ കഴിയില്ല, നീ എത്ര പോയാലും ഇതുവരെ മാത്രമേ നിനക്ക് പോകാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള പല നെഗറ്റീവ് കാര്യങ്ങളും ആ വ്യക്തി കേട്ടിട്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ വ്യക്തി ഇത് ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ നമ്മളെ പറ്റി പലരും പറയുന്നത്. അങ്ങനെയുള്ള പല നെഗറ്റീവ് ചിന്തകൾ ആ വ്യക്തിയിൽ ഉണ്ടാവുകയും അതൊരു ബ്ലോക്കായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതൊരു റീപ്രോഗ്രാമിംഗ് വഴി നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പൊ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ കുട്ടിക്കാലം മുതൽ ഈ ഒരു വിശ്വാസം, ഈ ഒരു സ്ട്രോങ് ബിലീഫിലാണ് നമ്മൾ ഇത്രയും വലുതായിരുന്നവരെയും അത് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് ഇത്രയും വർഷം നമ്മൾ അത് കൊണ്ട് നടക്കുന്നുണ്ട്, അതിനൊരു സ്ട്രോങ് ഉണ്ടായിരിക്കും, മീൻസ് അത് ഡീപ്പ് ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് ഈ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് കൊണ്ട് മാറ്റാൻ കഴിയും എളുപ്പത്തിൽ മാറ്റാൻ കഴിയും. സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അതായത് നമുക്ക് നമ്മുടെ ബ്രെയിനെ എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്യിക്കാം. അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അത് നമ്മൾ ചെറിയ ഒരു റീപ്രോഗ്രാമിംഗ് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. അതായത് ഇത് ഒരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെയാണ്. അതായത് പഴയ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക. ഈ പഴയ പ്രോഗ്രാം എന്താണ്? എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ കോൺഫിഡൻ്റ് ഇല്ലാത്ത ആളാണ്, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും വിജയിക്കില്ല, അതാണ് പഴയ പ്രോഗ്രാം. അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് പുതിയ പ്രോഗ്രാം ബിൽഡ് ചെയ്യാം.
അതായത് എന്നെ കൊണ്ട് പറ്റും, ഞാൻ കഴിവുള്ള ആളാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് പേടിയില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും, അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഴയ പ്രോഗ്രാം എന്താണ്? ഞാൻ ആത്മവിശ്വാസമില്ലാത്തവൾ, കഴിവില്ലാത്തവൾ. പുതിയ പ്രോഗ്രാം എന്താണ്? ആത്മവിശ്വാസമുള്ളവൻ അവൾ, അല്ലെങ്കിൽ കഴിവുള്ളവൾ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുനഃക്രമീകരണം എന്നത് നമ്മുടെ മറഞ്ഞിരിക്കുന്ന മനസ്സിനെ പുതിയ നല്ല ചിന്തകൾ വിശ്വസിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് കുറച്ച് ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്താണ്? അഫോമേഷൻസ്, അതായത് പോസിറ്റീവ് വേർഡ്സ്. നമ്മൾ ദിവസവും ഉറച്ചു പറയുക കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ്. ഇതിനെയാണ് നമ്മൾ അഫോമേഷൻസ് എന്ന് പറയുന്നത്. അതായത്, ഞാൻ ആത്മവിശ്വാസമുള്ള ആളായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ എൻ്റെ അപ്പൊ ജീവിതത്തിലേക്ക് അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഉം, അതായത് എപ്പോഴും കേൾക്കുന്നത് ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, ഉം, അല്ലെങ്കിൽ ഞാൻ എന്താണ്, ഐ എം കോൺഫിഡൻറ്റ്, ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഉം. യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഐ ചൂസ് അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്? ആ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്താണ്, പഴയ കാലത്തുള്ള ഈ വിശ്വാസങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് കാലമായിട്ട് കൊണ്ട് നടക്കുന്നതാണല്ലോ. അപ്പൊ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈ ഉം, നെഗറ്റീവ് ചിന്തകളായിരിക്കുമല്ലോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അത് വെറുതെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ഞാൻ ആത്മവിശ്വാസമുള്ള ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കേൾക്കണമെന്നില്ല. അതിന് എന്താണ്, നമ്മൾ കുറച്ചും കൂടെ ബ്രെയിനിനെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ, അതായത് ഞാൻ പൂർണ്ണമായും എന്താണ്, ഈ ഒരു മാറ്റത്തിന് ഞാൻ തയ്യാറാണ്, ആ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അതിനു ഉം, വേണ്ടിയിട്ടാണ്, കാരണം നമ്മൾ പൂർണ്ണമായിട്ട് അതിലേക്ക് ഒരു മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടി റെഡിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രോങ് വേർഡ് യൂസ് ചെയ്യുന്നത്. ഉം, അപ്പൊ നമ്മൾ ഈ സ്ട്രോങ് വേർഡ് യൂസ് ചെയ്യുമ്പോൾ ബ്രെയിൻ എന്താണ്, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും കുറച്ച് സ്ട്രോങ് ആയിട്ട്, ഉം, ആത്മവിശ്വാസത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി നമ്മൾ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ പറയണം. അപ്പൊ നമ്മുടെ ഉം, ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ഇതാണ് വേണ്ടത് എന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അതായത്, ഞാൻ ആത്മവിശ്വാസമുള്ള ആളായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നതിനു വേണ്ടി ഞാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കുറച്ച് അഫർമേഷൻസ് നമ്മൾ എപ്പോഴും പറയണം. ഡെയിലി ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് പറഞ്ഞാൽ ഇത് വിശ്വസിക്കും. ഓക്കെ. പിന്നെ ഇത് 1 2 ദിവസം മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് നമ്മുടെ ഒരു സ്ട്രോങ് ബിലീവാണ്, നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്, അല്ലെ? ഈ പഴയ പ്രോഗ്രാമിനെ നമ്മൾ പുതിയ പ്രോഗ്രാമിലേക്ക് 1 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്താണ്, ഇതൊരു പുതിയൊരു കാര്യമായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അത് മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സംഭവിക്കണമെന്നില്ല. അപ്പൊ എത്ര അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം? ഈ അറ്റ്ലീസ്റ്റ് അതെ, ഉം, ഒരു 21 days എങ്കിലും നമ്മൾ ഈ ഒരു കാര്യം ഉറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉം, ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യും. നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളെ ലൈഫിലേക്ക് സാധ്യമാവുകയും ചെയ്യും. ഓക്കെ. അതായത് നമ്മുടെ ബ്ലോക്കുകൾ മാറും. നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകൾ മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്ലോക്കുകൾ പകുതി മാറും. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? അഫർമേഷൻസ്. രണ്ടാമത്തെ എന്താണ്? വിഷ്വലൈസേഷൻ. അതായത് മനസ്സിൽ കാണുക. കണ്ണടച്ച് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇതിനകം കിട്ടിയെന്ന് കരുതി മനസ്സിൽ ഒരു മൂവി കാണുന്നത് പോലെ നമ്മൾ കാണുക. അതായത് നമ്മുടെ ആഗ്രഹം എന്താണ്? ഇപ്പം ഒരു ജോലി കിട്ടുന്നതാണ് നമ്മുടെ ആഗ്രഹം എന്ന് വെക്കുക. അപ്പൊ എന്താണ്, നമ്മൾ ഓൾറെഡി അഫർമേഷൻസ് പറയാൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കൂടെയാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി കിട്ടാനാണ് ആഗ്രഹമെങ്കിൽ ആ ജോലി നമുക്ക് ഇതിനകം കിട്ടിയെന്ന് നമ്മൾ മനസ്സിൽ കാണുക, ഒരു മൂവി കാണുന്നത് പോലെ. ഓക്കെ. ഉം, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ജോലി വേണം, നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു, അറ്റൻഡ് ചെയ്യുന്നു, ഉം, അതിനുശേഷം നമുക്ക് ആ ജോലി കിട്ടിയതായിട്ട് നമുക്ക് കോൾ കിട്ടുന്നു. നമ്മൾ ഉം, എന്നിട്ട് എന്താണ്, ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ആ ഫസ്റ്റ് ഡേ നമ്മൾ എങ്ങനെയാണ് ഓഫീസിലേക്ക് പോകുന്നത്, നമ്മൾ ആ ഇടുന്ന ആ ഡ്രസ്സിന്റെ മണം, നമ്മൾ ഉം, പോകുന്ന വഴി എങ്ങനെയാണ് പോകുന്നത്, അവിടെ എത്തിയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളൊരു മൂവി കാണുന്നത് പോലെ നമ്മൾ മനസ്സിൽ ഉം, കാണുക. ഉം, അതായത് നമുക്കിത് സംഭവിച്ചു കഴിഞ്ഞു, അങ്ങനെ ഉം, വേണം നമ്മൾ കാണാനായിട്ട്. അപ്പൊ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും?
ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് കരുതി നമ്മൾക്ക് വേണ്ടി അത് സാധിപ്പിച്ചു തരും. നിങ്ങൾ വിചാരിക്കും അല്ലേ, നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ സാധിപ്പിച്ചു തരുമെന്ന്? അങ്ങനെയല്ല. നമ്മൾ ഒരു നിശ്ചിത ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ എപ്പോഴും നമ്മളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നമ്മളെ എന്നും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആക്ഷൻ എടുക്കണം. എന്ത് കാര്യത്തിന് നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നമ്മൾ അത് നേടുള്ളൂ. ഈ ബ്ലോക്ക് എന്താണ്, നമ്മൾ ആക്ഷൻ എടുക്കുന്നതിൽ നിന്ന് തടയുന്നതാണ് ഈ ബ്ലോക്കുകൾ. ഈ ബ്ലോക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുകയും നമുക്ക് ആവശ്യമുള്ള എവിടെയാണോ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് അവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. മൂന്നാമത്തെ കാര്യം എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, അതായത് നന്ദി പറയുക. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഓക്കെ, എങ്ങനെയാണ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്ന് നമ്മളിപ്പോൾ ഒരു ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആളാണല്ലോ. അപ്പം നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. എനിക്ക് നല്ലൊരു ആരോഗ്യം തന്നതിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നന്ദി പറയാം. പിന്നെ നമ്മളെ പാരൻസിനോട് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി തന്നതിലും, വൈഫ് ഉണ്ടെങ്കിൽ അവരോട് താങ്ക് യു പറയാം. നമുക്ക് നല്ല രീതിയിൽ നമ്മളെ എന്താണ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നതിലും, അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്തിനോടാണോ ഏതൊക്കെ കാര്യത്തോടാണോ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തോന്നുന്നത് അങ്ങനെയുള്ള എന്ത് കാര്യത്തോടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മളൊരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, പിന്നെ അടുത്ത പ്രോഗ്രാം എന്താണ്? സ്ലീപ്പ് പ്രോഗ്രാമിംഗ്. അതായത് ഉറങ്ങുന്നതിന് മുൻപ് പോസിറ്റീവ് വാക്കുകൾ കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വയം ആവർത്തിക്കുക. ഓക്കെ, നമ്മൾ ഈ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളോട് തന്നെ പറയുകയാണെങ്കിൽ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാറും. അങ്ങനെ നമുക്ക് എപ്പോഴും എന്താണ്, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നു. ഈ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോൾ എന്താണ്, നമ്മളെ ലൈഫിൽ നല്ല കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ എന്ന് കരുതി ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും വരില്ലെന്നല്ല. എന്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ അവിടെ സ്റ്റക്ക് ആവുന്നില്ല, അവിടെ ബ്ലോക്ക് വരുന്നില്ല. നമ്മൾ ആ നെഗറ്റീവ് ചിന്തകളെ മാറ്റി ഈ പറഞ്ഞ അഫർമേഷൻസും വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ മാറുന്നു. നമ്മളൊരു പോസിറ്റീവായ വ്യക്തിയായി മാറുന്നു. ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കാരണം എന്താ വെച്ചാൽ ഈ സ്ലീപ്പിംഗ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറക്കത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായിട്ട് കേൾക്കും. നമ്മൾ പറയുന്നത് കൂടുതലായിട്ട് കേൾക്കും. അത് എങ്ങനെ പറയണമെന്നോ, ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അതാണ് ബെറ്റർ. കണ്ണാടി നോക്കിയിട്ട് നമ്മൾ സ്വയം കുറച്ച് പോസിറ്റീവ് വേർഡ്സ് പറയുക. അതായത് നമ്മളോട് തന്നെ കുറച്ച് പോസിറ്റീവ് വേർഡ്സ് പറയുക. അതാണ് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് അതായത് പോസിറ്റീവ് വേർഡ്സ് എന്താണ്? ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ഏബിൾ ടു ഡു എനിത്തിങ്, അങ്ങനെയുള്ള കുറച്ച് എന്തൊക്കെ പോസിറ്റീവ് വേർഡ്സ് ആണോ നിങ്ങൾക്ക് നിങ്ങളിൽ കാണുന്നത് അത് നമ്മൾ ഉറച്ച് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് പറയാം. അത് നമ്മളെ കുറച്ചും കൂടെ വിശ്വാസത്തിലെടുപ്പിക്കും, ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ടെക്നിക്കുകൾ, റീപ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ എന്നാണ് ഇതിന് പറയുന്നത്. പഴയ പ്രോഗ്രാം നെഗറ്റീവ് ചിന്തകൾ മാറ്റി പുതിയ പ്രോഗ്രാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇതൊരു ശരിക്കും ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മൾ പുതിയ ഒരാളായിട്ട് മാറും. അപ്പൊ നമുക്ക് നമ്മുടെ ബ്ലോക്കുകളൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മുടെ ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ സാധ്യമാകുന്നു. അപ്പൊ അവിടെ എന്തായി? ലോ ഓഫ് അട്രാക്ഷൻ നടന്നു കഴിഞ്ഞു. ഈ സബ് കോൺഷ്യസ് ബ്ലോക്കുകൾ മാറുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്നു. അങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞു. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സാധ്യമാകുന്നു. അതാണ് ഇത് രണ്ടും കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഈ സബ് കോൺഷ്യസ് ബ്ലോക്കുകളും ലോ ഓഫ് അട്രാക്ഷനും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതെ. അപ്പം എന്താണ്, സബ് കോൺഷ്യസ് ബ്ലോക്കുകളെ ഇത്രയും ഈസി ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതല്ലേ? നമ്മളൊക്കെ ചെറുതിൽ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ? ഇതൊക്കെ നമ്മള് എന്താണ് ഇനി വരുന്ന സമയമെങ്കിലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനെന്താണ്, നമ്മുടെ ലൈഫിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാണ്. പോസിറ്റീവിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിൽ വേഗം എത്തുന്നതായിരിക്കും അല്ലേ? അതെ. അപ്പം ഞങ്ങള് വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സെഷൻസ് എടുക്കുന്നുണ്ട്. അത് 21 days പ്രോഗ്രാമാണ്. അതിൽ നമ്മൾ എന്താണ്, നമ്മുടെ ദിനചര്യയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നമ്മുടെ മൈൻഡ് ഷിഫ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ആ സെഷനിലൂടെ എടുക്കുന്നത്.
അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പം ഇനി വരുന്ന വീഡിയോസുകളൊന്നും നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു.